السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. സഹോദരങ്ങളെ, ഇനി സി.എച്ച്. മുസ്തഫ പറയുന്നത് മുആവിയ ഗോത്ര രാജാവാണെന്ന്. അതിന് അദ്ദേഹം നടത്തുന്ന ന്യായങ്ങൾ, ഒന്ന്, ഇന്ന് കാണുന്ന ഇസ്ലാം ശരിയായ ഇസ്ലാമല്ല. ഇന്ന് കാണുന്ന ശരീഅത്ത് ഖുർആനിക ശരീഅത്തല്ല. ഇന്ന് കാണുന്ന പല അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ശരിയായ അനുഷ്ഠാനങ്ങളല്ല. അപ്പോൾ ഇത് ഇത്രയും കാലം മനുഷ്യർ കൊണ്ടു നടന്നിട്ട് ഇപ്പോഴാണോ ഇത് മനസ്സിലായത് എന്ന് ചോദിക്കും. ആ ചോദ്യം, സംഗതി മനസ്സിലാവണമെങ്കിൽ അത് ചരിത്രബോധമില്ലാത്തത് കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. സംഗതി മനസ്സിലാവണമെങ്കിൽ ചരിത്രം പഠിക്കണമെന്നാണ്. അപ്പോൾ മുസ്തഫ പഠിച്ച ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? 1400 ചില്ലാനം കൊല്ലായി മനുഷ്യ സമൂഹം, മുസ്ലിം സമൂഹം, അവരിൽ 2 പ്രധാന വിഭാഗങ്ങളാണുള്ളത്. പിന്നെ വേറെ ചില വിഭാഗങ്ങൾ വളരെ ചുരുക്കം ചില ആളുകളൊക്കെ ഉണ്ട്. ഒന്ന് സുന്നികളാണ്, മറ്റൊന്ന് ഷിയകളാണ്. സുന്നികളും ഷിയകളും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ മുസ്തഫ പറയുന്ന മാതിരിയിൽ ഇന്ന് നിലവിലുള്ള ഇസ്ലാമല്ല, നിലവിലുള്ള ശരീഅത്തല്ല, നിലവിലുള്ള അനുഷ്ഠാനങ്ങൾ ശരിയായ അനുഷ്ഠാനങ്ങളല്ല എന്ന ഈ പൊതുവായിട്ടുള്ള ഈ തള്ളിച്ച, ഇത് യഥാർത്ഥത്തിൽ ഷിയകളും അംഗീകരിക്കില്ല, സുന്നികളും അംഗീകരിക്കില്ല എന്നുള്ളതാണ്. കാരണം ഈ 2 വിഭാഗവും ചരിത്രപരമായി വേർപിരിയുന്നത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് എന്ന് വേണമെങ്കിൽ പറയാം. അതും അത്രമാത്രം സത്യസന്ധമൊന്നുമല്ല. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഷീസത്തിലെ ഈ ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതുപോലുള്ള സംഗതികളൊക്കെ വരുന്നത്. ഇതുപോലെ തന്നെ ഈ നബി കുടുംബത്തിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് മറ്റുള്ളവരെ ഭത്സിക്കുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്യുന്ന സംഗതിയും സംഭവിച്ചിട്ടുള്ളത്. അലി റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന യഥാർത്ഥ ആളുകൾ, സഹാബിമാർ, താബികൾ തുടങ്ങിയുള്ള ആളുകൾ, അവരുടെ കപടന്മാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്, അവരാരും ഇത്തരത്തിലുള്ള സമീപനം കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ അവർ എവിടെ നിന്നൊക്കെയോ പെറുക്കിയെടുത്ത് കൊണ്ടുവരുന്നതൊക്കെ. അതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഷീകൾ, അതിലെ തന്നെ ഇസ്നാശരികളെന്നോ ഇമാമികളെന്നോ ഒക്കെ പറയുന്ന വിഭാഗങ്ങൾ രംഗത്ത് വരുന്നത്. പക്ഷെ അപ്പോഴും അവർ ശരീഅത്തിൻ്റെ കാര്യത്തിൽ ജാഫരി മദ്ഹബ് എന്ന് പറയുന്ന മദ്ഹബാണ് അവർ സ്വീകരിച്ചത്, ഇപ്പോഴും സ്വീകരിക്കണതാണ്. സുന്നികൾക്കാണെങ്കിൽ പ്രധാനമായിട്ട് 4 മദ്ഹബുകളെ സംബന്ധിച്ച് അവർ പറയുന്നുണ്ട്. ഈ മദ്ഹബുകൾ തമ്മിൽ അല്പസ്വല്പം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ഈ 4 മദ്ഹബുകൾ, സുന്നിയിലുള്ള മദ്ഹബുകൾ തന്നെ ഉണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ. അതോടൊപ്പം സുന്നികളിലെ ഈ മദ്ഹബുകളും ജാഫരി ഷീകളുടെ മദ്ഹബുമായിട്ടും അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ മുസ്തഫ പറയുന്ന രീതിയിൽ എല്ലാറ്റിനെയും തള്ളിക്കളയുന്ന രീതിയല്ല ഇവർ 2 കൂട്ടരും സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ ചരിത്രത്തിൽ ചില കൈകടത്തലുകൾ ഷീകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുആവിയ അല്ലെങ്കിൽ ഉമവി കുടുംബവും ബനൂ ഹാഷിം കുടുംബവും തമ്മിൽ നിതാന്ത ശത്രുക്കളായിരുന്നു. മുആവിയയുടെ ആളുകൾ അല്ലെങ്കിൽ ഉമവികൾ ഹാഷിമികളെ വകവരുത്താനാണ് എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളതെന്നൊക്കെ പറയുന്നത്. അതും ചരിത്രപരമായിട്ട്
പിന്നെ വസ്തുത തന്നെ സ്ഥിരീകരിക്കാൻ തെളിയിക്കപ്പെടാൻ പറ്റാത്ത സംഗതിയാണ്. ഒന്നാമത് ചരിത്രം എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത് ചരിത്രം ശുദ്ധി ചെയ്തിട്ടുള്ളൊരു സംഗതിയല്ല. അതിൽ ഉള്ളതുമില്ലാത്തതുമൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ആ ചരിത്രത്തിലാണ് ഷീഈ പണ്ഡിതന്മാരുടെ കടന്നുകയറ്റം നല്ലോണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചരിത്രത്തിൽ അതിനും വിരുദ്ധമായിട്ട് ഇനി അതിലവിടെ എഴുതി ചേർത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. മുആവിയയെ സംബന്ധിച്ച് മുസ്തഫ ഉന്നയിക്കുന്ന ചില സംഗതികളുണ്ട്. അതിനു മുമ്പ് അബൂ സുഫിയാനെ സംബന്ധിച്ച് മുസ്തഫ ഉന്നയിച്ച സംഗതികൾക്ക് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ മറുപടി പറഞ്ഞാണ്. അത് പക്ഷേ മുസ്തഫ ഇതിലും ആവർത്തിക്കുന്നുണ്ട്. അബൂ സുഫിയാൻ മക്കയിൽ രാജാവാൻ ശ്രമിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വമായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ രാജാവാൻ ശ്രമിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ മക്കക്കാർ രാജകീയതയെ സംബന്ധിച്ച് നേരത്തെ ചിന്തിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിൻ്റെ ശേഷം നബിയെ പിന്നെ തങ്ങളുടെ വശത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളവർക്ക് രാജാവാക്കാമെന്നൊക്കെ പറഞ്ഞു എന്നുള്ളതല്ലാതെ അപ്പോഴും ഇവരെ ആരെങ്കിലും ഒന്ന് രാജാവാക്കി വായിച്ച് കളയാമെന്ന് അവർ ആ കാലത്തും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത്, വലീദ് ബിൻ മുഗീറ പോലെ കടാകടിയന്മാരായിട്ടുള്ള ആളുകൾ അവരുണ്ടായിട്ടും അവർക്കാരും ആ ചിന്ത പോവാഞ്ഞതും അവരിൽ ആരെങ്കിലും ഒന്ന് രാജാവാക്കാമെന്ന് അവർ ചിന്തിക്കാതിരുന്നതും. ഇവരൊക്കെ ഗോത്ര നിയമങ്ങളുമായിട്ട്, അതായത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞതുപോലെ ഇവർ കൂടിയിരുന്ന് എന്താണോ അപ്പോൾ തീരുമാനിക്കുന്നത് അതാണ് അവിടെ നിയമമായിട്ടുണ്ടായിരുന്നത്. അബൂ സുഫിയാനാണെങ്കിൽ അദ്ദേഹം കച്ചവടമായിട്ട് പിന്നെ പോവുക, സമ്പത്തുണ്ടാക്കുന്നതിൽ നിരതനായിട്ട് കഴിഞ്ഞുകൂടിയിട്ടുള്ള ആളാണ്. പിന്നെ പിൽക്കാലത്ത് അദ്ദേഹത്തെ ഖുറൈശികൾ തന്നെ അവിടെ കച്ചവടത്തിൻ്റെ നായകനായിട്ട് സ്വീകരിച്ചു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോയതിൻ്റെ ശേഷം അദ്ദേഹം കച്ചവടമായിട്ട് പോകുന്നതും തിരിച്ചു വരുമ്പോൾ അവരെ പിടികൂടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്യമിക്കണമൊക്കെ. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി മുസ്തഫ മുആവിയയെ സംബന്ധിച്ച് പറയുന്ന സംഗതി എന്താണ്? മക്ക ഫതഹിൻ്റെ ഘട്ടത്തിൽ ബാപ്പയോടൊപ്പം മുആവിയയും പിന്നെ മനമില്ലാ മനസ്സോടെ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് മുസ്തഫയുടെ വാദം. ഇത് തെളിയിക്കണമെങ്കിൽ മുആവിയ മനമില്ലാ മനസ്സോടെയാണ് ഇസ്ലാം സ്വീകരിച്ചതെന്ന് തെളിയിക്കണമെങ്കിൽ അതിന് പറ്റിയ തെളിവ് മുസ്തഫൻ്റെ കയ്യിൽ വേണം. ഏറ്റവും ചുരുങ്ങിയത് മുസ്തഫ അബൂ സുഫിയാൻ്റെയും മുആവിയൻ്റെയും കാലത്തുണ്ടായിരുന്നില്ല. അവർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ നബിയുമായിട്ട് അവരെങ്ങനെ ബന്ധപ്പെട്ടു, അത് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാനേ കഴിയുള്ളൂ. ആ ചരിത്രത്തിൽ അബൂ സുഫിയാനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ബാസുമായിട്ട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള സംഗതികളുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളത്, ഒന്ന്, ആ രാത്രി മക്ക വിജയത്തിൻ്റെ അന്ന് രാത്രി അബൂ സുഫിയാനെ അബ്ബാസിൻ്റെ കൂടെ താമസിപ്പിക്കണം എന്നുള്ളത് അബ്ബാസ് തന്നെ ആവശ്യപ്പെട്ട. പിറ്റേന്ന് രാവിലെ അബ്ബാസ് അബൂ സുഫിയാനെയായി കൊണ്ടുവന്നതിന് ശേഷം ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ മടിച്ചു എന്നുള്ളത് ശരിയാണ്. പിന്നീട് അദ്ദേഹം അത് പ്രഖ്യാപിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനൊരു വരം കൊടുത്തു. എന്തായിരുന്നു? അദ്ദേഹത്തിന് ഒരു സ്ഥാനം, അതൊരു അല്ലെങ്കിൽ പരിഗണന കൊടുത്തു. അബൂ സുഫിയാൻ്റെ മന്ദഖല ദാറ അബീ സുഫിയാൻ ഫഹുവ ആമീൻ. അബൂ സുഫിയാൻ്റെ വീട്ടിൽ അഭയം തേടിയ ആൾക്ക് സുരക്ഷിതത്വം ഉണ്ട്. ഇത് ചരിത്രത്തിലുണ്ടായിരിക്കെ അബൂ സുഫിയാൻ്റെ മകൻ മുസ്തഫ പറയുന്നത് പോലെ, മുസ്തഫ പറയുന്നത് എന്താണ്? മുആവിയ വേഷപ്രച്ഛന്നനായി മുഹമ്മദിൻ്റെ കീഴിൽ ജീവിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം ജിദ്ദയിൽ ചെന്നു എന്ന് പറഞ്ഞത് എൻ്റെ അബദ്ധമാണ്. കാരണം ജിദ്ദ എന്ന് പറയുന്ന തുറമുഖം അന്ന് തുറമുഖമല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ജിദ്ദ തുറമുഖമായി മാറുന്നത്. അപ്പം ജിദ്ദയിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ചെന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് തിരിച്ചു വരണമെന്ന്. ഇത് മുസ്തഫയ്ക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് നമുക്കറിയില്ല. ഒരു ചരിത്ര സംഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് അബൂ സുഫിയാനുമായിട്ടല്ല, അബൂജഹലിൻ്റെ മകൻ അംർ ബിൻ ഹിഷാം എന്ന അബൂജഹലിൻ്റെ മകൻ ഇക്രിമ ഈ രീതിയിൽ ഓടിപ്പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതും മുഹമ്മദിൻ്റെ കൂടെ ജീവിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ടല്ല അദ്ദേഹം പോയിട്ടുള്ളത്. അദ്ദേഹം
താൻ കൊല്ലപ്പെടുമോ എന്ന ഭീതിയാലാണ് അദ്ദേഹം നാട് വിടാൻ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിന് വിവരം നൽകുകയും അദ്ദേഹത്തെ ഭാര്യ തിരിച്ചു കൊണ്ടുവന്ന് അദ്ദേഹം വേഷപ്രച്ഛന്നനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയും നബി അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇതല്ലാതെ മുആവിയയെ സംബന്ധിച്ച് ഇങ്ങനെ ഒന്ന് സാധാരണ ചരിത്ര ഗ്രന്ഥങ്ങളിലൊന്നുമില്ല. ഷിയാക്കൾ അവിടെ എഴുതി വച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. മാത്രമല്ല ഇത് ബുദ്ധിപരമായി അല്ലെങ്കിൽ യുക്തിപരമായിട്ട് യാതൊരു നിലനിൽപ്പില്ലാത്തൊരു സംഗതിയാണത്. യുക്തിപരമായിട്ടും ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാഷ്ട്രീയ സമീപനവുമായിട്ടും അതിന് പൊരുത്തപ്പെടാൻ കഴിയില്ല. യുക്തിപരമായിട്ടില്ല എന്ന് പറയാൻ കാരണം അബൂ സുഫിയാൻ്റെ വീട്ടിൽ അഭയം തേടിയവർ സുരക്ഷിതരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് മുആവിയ പിന്നെ അവിടെ നിന്ന് ഓടിപ്പോവുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം അബൂ സുഫിയാൻ പറഞ്ഞ തൻ്റെ പിതാവാണ്. ആ പിതാവിന് ജീവിക്കാൻ പറ്റിയ ഒരു നാടാണ് മക്ക എങ്കിൽ, ഇപ്പോൾ ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന മക്ക എങ്കിൽ അത് തനിക്കും ജീവിക്കാൻ പറ്റിയ ഇടമാണെന്നേ മുആവിയ കരുതുള്ളൂ. മാത്രമല്ല മുആവിയ തന്നെ പറയുന്നൊരു സംഗതിയുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ മക്ക ഫതഹിൻ്റെ ആ ഘട്ടത്തിൽ അതിൻ്റെ മുമ്പ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഉംറത്തുൽ ഖളാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയുടെ 7ാമത്തെ കൊല്ലം ഉംറ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ആ ഘട്ടത്തിൽ ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിതാവിനെ ഭയന്നുകൊണ്ട് ഞാനത് മറച്ചു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് പരസ്യപ്പെടുത്തിയത് പിതാവിൻ്റെ ഇസ്ലാം സ്വീകരണത്തിന് ശേഷമാണെന്ന് മുആവിയ പറയുന്നുണ്ട്. ഒരു സാമാന്യ ബുദ്ധിയെ സംബന്ധിച്ച് കാര്യങ്ങളെ നിഷ്പക്ഷമായി കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരാളുടെ അവകാശവാദത്തെ മുഖവിലക്കെടുക്കുക എന്നുള്ളതാണ് മര്യാദ, സാമാന്യ മര്യാദ പറഞ്ഞാൽ. പക്ഷേ മുസ്തഫയെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു സാമാന്യ മര്യാദ മുസ്തഫൻ്റെ ഭാഗത്തില്ല. രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുമില്ല. രാഷ്ട്രീയ തന്ത്രം എന്നുള്ള ആൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മുആവിയയെ തള്ളിപ്പറയുകയോ അദ്ദേഹത്തെ അകറ്റുകയോ ചെയ്യുകയില്ല. കാരണം അബൂ സുഫിയാനെ തൻ്റെ പക്ഷത്തേക്ക് നിർത്തുകയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അബൂ സുഫിയാനെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരുന്ന് അവർ ബൈഅത്ത് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാപ്പയും ഉമ്മയും ഇസ്ലാം സ്വീകരിച്ച ഒരാൾ അദ്ദേഹത്തെ നബി കൊല്ലാൻ വിധിച്ചു എന്നുള്ളതിനൊരു തെളിവുമില്ല. അങ്ങനെയുള്ള ഒരാളെ മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാത്തൊരവസ്ഥ വരാമെന്നുള്ളതും സാമാന്യ ബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. മാത്രമല്ല ഇങ്ങനെയുള്ള ഒരു വാപ്പൻ്റെയും ഉമ്മൻ്റെയും ഒരു മകൻ, എൻ്റെ ഉമ്മയും ബാപ്പയും ഒക്കെ മുഹമ്മദിനെ അംഗീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ എനിക്കിവിടെ സുരക്ഷിതത്വം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഓടിപ്പോവാന്നുള്ളത് സംഗതമല്ല. അപ്പോൾ ഈ നിലയ്ക്ക് ഏത് നിലയ്ക്ക് ചിന്തിച്ചാലും മുസ്തഫ ഈ പറയുന്നത് ശുദ്ധ മംഗത്വവും വിഡ്ഢിത്തവുമാണ്, ചരിത്രത്തിൻ്റെ യാതൊരു പിൻബലമില്ലാത്ത വായ്ത്താരി മാത്രമാണ് എന്ന് ബോധ്യമാവാൻ കൂടുതൽ തെളിവ് അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ മുസ്തഫ ഇത് എവിടെ നിന്നൊക്കെയോ ചിലപ്പോൾ ഏതോ ഷിയാക്കൾ അന്ധമായി ഈ ഉമവികളോട് വിരോധം പുലർത്തുന്ന കടുത്ത ഷിയാക്കൾ ആരെങ്കിലും എഴുതി വച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടാവില്ല ഞാൻ പറയില്ല. പക്ഷെ ചരിത്രപരമായിട്ട് ഇതിന് നിലനിൽക്കാൻ കഴിയുന്ന ഒന്നല്ല, ബുദ്ധിപരമായും നിലനിൽക്കാൻ കഴിയുന്നതല്ല. ആ ഘട്ടത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള നയതന്ത്രജ്ഞത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈക്കൊണ്ടിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള നയതന്ത്രജ്ഞതയുമായിട്ടും ഒരിക്കലും മുആവിയയുടെ സി.എച്ച്. മുസ്തഫ പറയുന്നത് പോലുള്ള മുആവിയയുടെ ഈ ഒളിച്ചോട്ടമോ രക്ഷപ്പെടാനുള്ള തത്രപ്പാടോ ഒന്നും അംഗീകരിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്തഫ എന്തോ തള്ളുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചരിത്രപരമായിട്ടുള്ള യാതൊരു സത്യസന്ധതയും ഉള്ള വായ്ത്താരിയല്ല മുസ്തഫയുടേത് എന്നതാണ് വസ്തുത. ഉമവികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് താറടിച്ച് കാണിച്ചുകൊണ്ട് തൻ്റെ അനുയായികളെ തെറ്റിദ്ധരിപ്പിക്കാനും ആ മാർഗഭ്രംശത്തിൽ തന്നെ അവരെ തളച്ചിടാനുള്ള മുസ്തഫയുടെ കുതന്ത്രത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ടേ മുആവിയയെ സംബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള വാചാട്ടാപ്പങ്ങൾ
കാണാൻ കഴിയുകയുള്ളൂ, കേൾക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്.